ബാലചന്ദ്രൻ ചുള്ളിക്കാട്. കവി, പത്രപ്രവർത്തകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ്, സാംസ്കാരിക പ്രവർത്തകൻ തുടങ്ങി അനേകം വിശേഷണങ്ങൾക്ക് അർഹനാണ് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അദ്ദേഹം ഒരു പ്രസിദ്ധീകരണങ്ങളുടെയും പിൻബലത്തിലല്ല കവിയായത്. കേരളത്തിലെ തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും കവിത ചൊല്ലി സാധാരണക്കാരൻ്റെ ഹൃദയത്തിലാണ് ആദ്യം സ്ഥാനം നേടിയത്. ജീവിതത്തിൽ അനേകം തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും താഴേത്തട്ടിലുള്ള ജീവിതം പോലും അനുഭവിച്ച ചുള്ളിക്കാടിന് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ സ്ഫുടം ചെയ്തെടുത്ത കവിതകൾ എഴുതാൻ കഴിഞ്ഞു. ക്ഷുഭിത യൗവനത്തിൻ്റെ കവിതകൾ എഴുതി കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ, ശക്തിയിൽ ജനഹൃദയങ്ങളിൽ ആഞ്ഞടിച്ചു. ഒരു തലമുറ ഹൃദയത്തിൽ നിറച്ചു വെച്ച ക്ഷോഭവും പ്രതിഷേധവും കവി തൻ്റെ ഭാവനയിലൂടെ പുറത്തുവിട്ടു. സന്ദർശനം. ബാലചന്ദ്രൻ ചുള്ളിക്കാട്. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും, ചിറക് പൊട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും, ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ? മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് പൊൻചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും, കറ പിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും, ചിറക് നിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും, നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റൻ്റെ ചില്ലകൾ പൂത്തതും, മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരിപുരണ്ട ചിദംബര സന്ധ്യകൾ. മരണവേഗത്തിൽ ഓടുന്ന വണ്ടികൾ, നഗരവീഥികൾ, നിത്യപ്രയാണങ്ങൾ, മതിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ, സത്രച്ചുമരുകൾ. ചില നിമിഷത്തിൽ ഏകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ. ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം, കരുണമാം ജനനാന്തര സാന്ത്വനം. അരുതു ചൊല്ലുവാൻ നന്ദി, കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക. സമയമാകുന്നു പോകുവാൻ, രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ. സന്ദർശനം എന്ന കവിതയിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കവിയുടെ പ്രണയാർദ്രമായ മനസ്സിൻ്റെ വിഹുലതകൾ ആവിഷ്കരിക്കുന്ന കവിതയാണ് സന്ദർശനം. നഷ്ടപ്രണയത്തിൻ്റെ ഓർമ്മകൾ ചുള്ളിക്കാടിൻ്റെ മനസ്സിലുണ്ടാകുന്നത് സന്ദർശന മുറിയിൽ കാമുകിയെ കാണുമ്പോഴാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കവി തൻ്റെ പൂർവ്വ കാമുകിയെ കാണുന്നത്. വളരെ നേരമായി സന്ദർശന മുറിയിൽ പരസ്പരം നോക്കി മൗനം കുടിച്ചിരിക്കുകയാണവർ. അവർ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. രണ്ടുപേരും കഴിഞ്ഞകാല ഓർമ്മകളിലൂടെ മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചം മാഞ്ഞു പോയതുപോലെ പകൽ വെളിച്ചം ജനലിനപ്പുറത്ത് മാഞ്ഞു പോകുന്നതോ, ഓർമ്മകളാകുന്ന കിളികൾ കൂട്ടിലേക്ക് പറന്നു പോകുന്നതോ ഒന്നും കവി അറിയുന്നില്ല. മിഴികളിൽ, കാഴ്ചകളിൽ അവർ പരസ്പരം നഷ്ടപ്പെടുകയാണ്. ഈ നഷ്ടപ്പെടലിൻ്റെ ചിന്തകൾ കവിയുടെ നെഞ്ചിരിപ്പിൻ്റെ താളം മുറുക്കുന്നു. പഴയ പ്രണയാനുഭവങ്ങളുടെ സംഗീതമുള്ള നിശ്വാസം കവിക്കുണ്ടാകുന്നു. കവിക്ക് പറയുവാനേറെയുണ്ട്, പക്ഷേ ഒരു വാക്കുപോലും പുറത്തു വരുന്നില്ല. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നു. പണ്ട് പൊൻചെമ്പകം പൂത്ത കരളായിരുന്നു, അത് പണ്ടേ കരിഞ്ഞു പോയിരിക്കുന്നു. കറപിടിച്ച ചുണ്ടിൽ തുളുമ്പുവാൻ വെമ്പി നിന്ന കവിതകൾ പോലും മറന്നുപോയിരിക്കുന്നു. പ്രണയാർദ്രമായ കവിമനസ്സ് തൻ്റെ അവാച്യമായ ആനന്ദത്തെ പ്രതിഫലിപ്പിക്കുന്നതിനായി ചെമ്പകപ്പൂക്കളെ പ്രതീകങ്ങളാക്കാറുണ്ട്. പൊൻചെമ്പകം പൂത്ത മനസ്സ് എന്ന് പറയുമ്പോൾ പ്രണയിനിയുടെ സാമീപ്യം കവിമനസ്സിൽ ഉണ്ടാക്കിയിരുന്ന വികാരപാരവശ്യം വളരെ തീവ്രമായിരുന്നുവെന്ന് വ്യക്തമാണ്. കവിയുടെ കരളിലാണ് പൊൻചെമ്പകം പൂത്തിരുന്നത്. എന്നാൽ പ്രണയിനിയെ നഷ്ടപ്പെട്ടതോടെ ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ ഏകാന്തമായൊരു കരച്ചിൽ തൊണ്ടയിൽ കുരുങ്ങുന്നു. സ്മരണയുടെ ദൂരസാഗരം തേടി കവിയുടെ ഹൃദയരേഖകൾ നീളുകയാണ്. കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത പ്രണയിനിയുടെ വിരലിൽ ആദ്യമായി തൊട്ടപ്പോൾ മനസ്സിൽ കിനാവു ചുരന്നത്,
അവളുടെ കണ്ണിലെ കൃഷ്ണകാന്തങ്ങളുടെ കിരണമേറ്റ് മനസ്സ് സന്തോഷിച്ചതും കുങ്കുമത്തരി പുരണ്ട ചിദംബര സന്ധ്യ പോലെ മറവിയിൽ മാഞ്ഞു പോയിരിക്കുന്നു. തീക്ഷ്ണമായ പ്രണയം പ്രണയിനിയെ സൗന്ദര്യവതിയാക്കി മാറ്റുന്നു. അവളുടെ തുടുത്ത വിരലുകൾ കവിയെ വികാരത്തിൻ്റെ അനുഭൂതിയിൽ ലയിപ്പിക്കുന്നു. അവളുടെ കണ്ണുകളിലെ കൃഷ്ണമണികളെ കൃഷ്ണകാന്തങ്ങളായിട്ടാണ് കവി കാണുന്നത്. അതായത് അവളുടെ നോട്ടം കാന്തത്തെ പോലെ അവളിലേക്ക് കവിയെ അടുപ്പിക്കുന്നതായിരുന്നു. കാമുകിയുടെ കടാക്ഷത്തിൽ സ്വയം മറന്നു പോക്കുന്ന കവിമനസ്സ് എത്ര സുന്ദരമായാണ് ചുള്ളിക്കാട് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. പിന്നീട് ജീവിത വഴിയിൽ തിരക്കുകളിൽ കവിയും വീണുപോകുന്നു. മരണവേഗത്തിലോടുന്ന വണ്ടികളെയും നഗരത്തിൻ്റെ വീഥികളെയും തുടരെയുള്ള യാത്രകളെയും മദ്യലഹരിയിൽ ആണ്ടുപോയ നരകരാത്രികളെയും സത്രച്ചുമരുകളെയും കവി ഓർത്തുപോയി. ചിലപ്പോഴൊക്കെ ഏകാകിയാകുന്ന നിമിഷങ്ങളിൽ മനസ്സ് ഭൂതകാലത്തിലേക്ക് അലഞ്ഞു പോകും. ഇരുൾ നിറഞ്ഞ ആ നിമിഷങ്ങളിൽ പല ജന്മങ്ങളിൽ സാന്ത്വനമാകുന്ന കാരുണ്യമാർന്ന തൻ്റെ കാമുകിയുടെ ആ മുഖം കവി ഓർക്കാറുണ്ട്. ഓർമ്മകളിൽ നിന്നും ഉണർന്ന കവി നന്ദി ചൊല്ലാതെ പിരിയുകയാണെന്ന് അവളോട് പറഞ്ഞു. ഇനിയൊരു കൂടിച്ചേരൽ സാധ്യമല്ല. പുഴയും കടലും കൂടിച്ചേരുന്ന അഴിമുഖത്തേക്ക് ഇനി നമുക്ക് പോകേണ്ടതില്ല. സന്ദർശന മുറിയിൽ നിന്നും പോകുവാൻ സമയമായി. നാം രണ്ടും രാത്രിയുടെ നിഴലുകളാണ്. പണ്ടേ പിരിഞ്ഞവരാണ്. നമ്മളുടെ പകലുകൾ പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. കടലും പുഴയും സംഗമിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ അവസാനിക്കുന്നത് കരച്ചിലിലാണ്. ഈ സംഗമം ഒഴിവാക്കിയാൽ കരച്ചിലിൻ്റെ അഴിമുഖം കാണാതിരിക്കുവാനാകും. പണ്ടേ പിരിഞ്ഞവരാണ് കവിയും പ്രണയിനിയും. അവരിന്ന് രാത്രിയുടെ നിഴലുകളായി മാറിയിരിക്കുന്നു. പകലിൻ്റെ പ്രകാശം എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു നന്ദി വാക്കുപോലും പറയാതെ പിരിയാമെന്നാണ് കവി പറയുന്നത്.